ഓരോ കഥയും കേൾക്കാൻ എന്ത് രസാ മാഷേ. ഇനി ഞാൻ മറ്റൊരു കഥ പറഞ്ഞു തരാം. പണ്ട് ഇല്ലിമുളം കാട്ടിനുള്ളിൽ ഒരു തത്ത താമസിച്ചിരുന്നു. ഒരു ദിവസം പതിവ് പോലെ അവൾ കുഞ്ഞുങ്ങളെ കൂട്ടിൽ തനിച്ചാക്കി തീറ്റ തേടി കാട്ടിലൂടെ കുറേ ദൂരം പറന്നു. അങ്ങനെ അവൾ കാടിനടുത്തുള്ള നാട്ടിൻപുറത്തെ ഒരു വീടിന്റെ അടുക്കള ഭാഗത്തെത്തി. അവിടെ ഒരു പാത്രത്തിൽ വെച്ച പാൽ തത്ത കാണാനിടയായി. നല്ല പാല്, വേഗം കുടിക്കാം. അങ്ങനെ തത്ത പാൽ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് നീ എന്റെ പാൽ കുടിക്കുമല്ലേ, നിന്നെ ഞാനിപ്പോ അകത്താക്കും. അയ്യോ പൂച്ച! പിന്നെ അവൾ വേഗത്തിൽ അവിടെ നിന്നും പറന്ന് രക്ഷപ്പെട്ടു. നീ രക്ഷപ്പെട്ടു അല്ലേ, നിന്നെ ഞാൻ എടുത്തോളാം. വേഗം ഈ പാൽ അകത്താക്കാം. അങ്ങനെ പൂച്ച വേഗം തന്നെ അവിടെയുണ്ടായിരുന്ന പാൽ കുടിക്കാൻ തുടങ്ങി. ഈ പാലിന്റെ കൂടെ ആ തത്തയെ കൂടി കിട്ടിയിരുന്നെങ്കിൽ കൂശാലായിരുന്നു. തത്തയിറച്ചി കഴിച്ചിട്ടാണെങ്കിൽ കാലം കുറേയായി. എങ്ങനെയെങ്കിലും അതിനെ പിടിച്ചകത്താക്കണം. അങ്ങനെ പിന്നീട് നമ്മുടെ പൂച്ച തത്ത താമസിക്കുന്ന സ്ഥലം കണ്ടുപിടിക്കാനുള്ള അന്വേഷണം തുടങ്ങി. അങ്ങനെ 2-3 ദിവസം കൊണ്ട് അവൻ തത്തയുടെ കൂട് കണ്ടെത്തി. അവൻ അങ്ങനെ ആ മരത്തിന് ചുവട്ടിലെത്തി. അയ്യോ പൂച്ച, അയ്യോ! കണ്ടുപിടിച്ചു. അതാ അവൾ അവിടെ ഇരിക്കുന്നുണ്ട്. നിന്നെ ഞാനിപ്പോൾ അകത്താക്കും. നീ എന്നെ കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി. നിന്നെ 2-3 ദിവസമായി ഞാൻ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. നീ താഴോട്ട് വരുന്നോ അതോ ഞാൻ മുകളിലോട്ട് വരണോ? അയ്യോ പൂച്ച ചേട്ടാ, എന്നെ വെറുതെ വിടണം. എന്നെ വെറുതെ വിടണം. ഞാൻ പാവമാണ്. ഞാനിവിടെ സമാധാനമായി ജീവിച്ചോട്ടെ. എന്റെ കുഞ്ഞുങ്ങളെ ഒന്നും ചെയ്യരുത്. ദയവ് ചെയ്ത് ഞങ്ങളെ വെറുതെ വിടണം. വളരെ നന്നായി. ഞാൻ മുകളിലോട്ട് തന്നെ വരാം. എല്ലാറ്റിനെയും ഒറ്റയടിക്ക് പിടിച്ച് സൂപ്പാക്കാം. ഇത്രയും പറഞ്ഞതിനു ശേഷം പൂച്ച മരപ്പൊത്ത് ലക്ഷ്യമാക്കി മുകളിലേക്ക് മെല്ലെ കയറാൻ തുടങ്ങി. അമ്മ തത്ത പേടിച്ച് കരയാൻ തുടങ്ങി. പൂച്ച പൊത്തിനടുത്തെത്താനായതും അവന്റെ കാൽ ഒരു വള്ളിയിൽ തട്ടി. ഉടനെ ആ വള്ളിയിൽ കൂടുകൂട്ടി താമസിച്ചിരുന്ന തേനീച്ചകളെല്ലാം കൂട്ടത്തോടെ പൂച്ചയെ വളഞ്ഞ് ആക്രമിക്കാൻ തുടങ്ങി. അയ്യോ 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 വേദനിക്കുന്നു. അയ്യോ അയ്യോ ഞാനിപ്പോ വീഴും. അയ്യോ അയ്യോ. കുറച്ചു കഴിഞ്ഞപ്പോൾ പൂച്ച മരത്തിൽ നിന്നും പിടിവിട്ട് താഴോട്ട് പതിച്ചു. അയ്യോ 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 എന്നെ കുത്തല്ലേ, എന്നെ കുത്തല്ലേ. അയ്യോ 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 അയ്യോ. പിന്നീട് ആ പൂച്ചയുടെ ശല്യം ഉണ്ടായിട്ടേയില്ല. ആരെയും നാം വെറുതെ ഉപദ്രവിക്കാൻ ശ്രമിക്കരുത് കേട്ടോ കുട്ടികളെ. ശരിയാ മാഷേ.